രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും ചായ. എങ്ങനെയുണ്ട് ചാ? എനിക്കുള്ള കറി വേറെ ഉണ്ട്. മീൻ കറി, കുറച്ച് മീൻ കറി. അനിയത്തി ഉണ്ടാക്കി വെച്ച നല്ല ദോശയും ചമ്മന്തിയും കൂടെ കുറച്ച് മീൻചാറും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിതേ പോകുന്നത് ഞങ്ങളുടെ 2ാമത്തെ ദിവസം ഓഫ് അവർ ട്രിപ്പാണ്. ന്യൂകാസിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അനിയത്തി കുറച്ച് ന്യൂകാസിലെ കുറച്ച് ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങൾ ചുറ്റി നടന്ന് കാണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, ദൈവം സഹായിച്ച്. നല്ല നല്ല വെയിലും ഭയങ്കര തണുപ്പില്ല, ഭയങ്കര ചൂടുമില്ല, അങ്ങനെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഒരു ആർട്ട് ഗാലറിയിലോട്ടാണ്, ഒരു ആർട്ട് എക്സിബിഷനൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തോട്ടാണ്. ഇങ്ങനെ കുറേ കബോർഡ് അലമാരികളിലൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്, നമ്മുടെ ഹിൽ പാലസിലൊക്കെ ഉള്ള പോലെയൊക്കെ തന്നെ. ഭയങ്കര സംഭവമാണെന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്, കൊള്ളാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാങ്ങ ഭരണി പോലെയൊക്കെ ഇരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദേ കണ്ടോ, ഇതൊക്കെ വലിയ സാധനങ്ങളാണ്. അതായത് കുറേ സെഞ്ചുറീസ് മുന്നേ ഉള്ള ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, പുരാവസ്തുക്കളാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെ നടക്കുകയാണ്. ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ മൈക്കൊക്കെ ഉപയോഗിച്ച് കിടിലനായിട്ട് എന്താണ്ടൊക്കെ പറഞ്ഞാണ് നടക്കുന്നത്, പക്ഷെ ഒന്നും കേൾക്കാൻ വയ്യ. പ്ലീസ് ടച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ പ്ലീസ് ഡോൺ ടച്ച് എന്നാണല്ലോ പറയാറ്. പ്ലീസ് ടച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കെന്തോ ആവേശം കയറിയിട്ട് ഞാൻ ടച്ച്. അയ്യോ, ഇത് എന്തൊക്കെയോ സാധനങ്ങളാണ്, എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്നാലും ഞാൻ ടച്ചാൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒന്നും നോക്കണ്ട, ടച്ച് ആണ്. പ്ലീസ് ടച്ച്. ആ പ്ലീസ് ടച്ചിന് എഴുതിയേക്കണേലും ഞാൻ 2 ടച്ച് കൊടുത്തു ഗൈസ്. പിന്നെ വീണ്ടും പോവാണ്. ഒരു ജഗ്. ആ ജഗിന്റെ ഹാൻഡിൽ എന്താണെന്നറിയോ? ആ ഹാൻഡിലാണ് 2 പല്ലികൾ. അതൊരു വെറൈറ്റി സാധനമായിരുന്നു കേട്ടോ. ഒരു ജഗിന്റെ ഹാൻഡിലായിട്ട് 2 പല്ലികൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അതൊക്കെയാണ് ആർട്ട് ഗൈസ്. ഇവിടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. സ്റ്റോറിലൊന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ്. വെറുതെ ഒരു കുഞ്ഞ് ആ പീക്കിരി സാധനത്തിന് 45 പൗണ്ട്, അതായത് 4500 രൂപയൊക്കെ വെറുതെ ഞാനായി പൈസയൊക്കെ കളഞ്ഞ് വാങ്ങിക്കണം. ബെസ്റ്റ്. ചുമ്മാ കയറി കണ്ടു ഇറങ്ങി പോന്നു. കുറെ മാലയും വളയും ഒക്കെ ഇരിക്കുന്നുണ്ട്, കാണാനൊക്കെ രസമുണ്ട് കേട്ടോ. പിന്നെ ഈ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാൻ മുതലാവില്ലെന്നേ. പിന്നെ ഈ സാധനം ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു, ഒരു അഡാർ ഐറ്റം ആയിരുന്നു. ഇത് വുഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. പക്ഷെ അത് നമുക്ക് കാണണമെങ്കിൽ ആ മാഗ്നിഫൈങ് ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴത്തേന് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതൊരു നൈസ് സാധനമായിരുന്നു. അപ്പോൾ അത് ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ, പക്ഷെ ഞാൻ ഈ ഫോണിൽ അത് കാണിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. മൈനേഴ്സ് ആണ്. ഇതെന്താന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പണ്ടത്തെ കാലത്ത് ആ സ്ഥലത്തെ ഭയങ്കര റോക്കി ആയിരുന്നു, ഒരുപാട് കല്ലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് അവർക്ക് 2 ലൈഫ് ബോട്ട് വേണ്ടി വന്നു. അപ്പൊ ചില സമയത്ത് ലൈഫ് ബോട്ട് മാത്രമല്ല, ആൾക്കാരെല്ലാം കൂടെ സഹായിച്ച് ഈ ലൈഫ് ബോട്ടിൽ ഇങ്ങനെ റോപ്പ് കെട്ടി വലിക്കും. ആ ഒരു പോർട്രേറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലൈറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടുത്തെ. ഈ ലൈറ്റ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. അതെ, ഈ ലൈറ്റ് ഒരു രസമില്ലല്ലോ, ക്യാമറയ്ക്ക് പറ്റിയ ലൈറ്റ് അല്ല, നമ്മുടെ കണ്ണിന് പറ്റുന്ന ലൈറ്റ് ആണ് ഇത്. ഓക്കെ, ഈശ്വര, പുള്ളിക്കാരന്റെ സ്പിരിറ്റ് ലൈഫ് ആൻഡ് ഡെത്തിന്റെ ഇടയിൽ പെട്ടുപോയി. ഡാമേജ് ബോഡി ടു റെപ്രസെന്റ് ഡാമേജ് സൊസൈറ്റി. ഓക്കെ, ഈ ബോഡിയുടെ ഡാമേജ്ഡ് ബോഡി. ഈശ്വര, പ്രേതം പോലെ തന്നെ ഉണ്ട്. ഇത് കണ്ട് ശരിക്കും നിങ്ങൾക്ക് പ്രേതമായിട്ട് തോന്നുന്നില്ല? എനിക്ക് ശരിക്കും പ്രേതമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് ഈ ബോയുടെ ലൈഫിൻ്റെയും ഡെത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്പിരിറ്റിനെയാണ് ഈ ഒരു പോർട്രേറ്റിൽ കാണിക്കുന്നത്. ഓക്കെ, ദിസ് വൺ ഈസ് ഇതൊരു കുട്ടി മാല കോർക്കുന്നു. ഇത് കണ്ടോ ഇച്ച? ഈ സ്പിരിറ്റിനെ കണ്ടോ? എന്താല്ലേ ഇത്? ഫോണിന്റെ കണ്ടാ ശരിക്കും പ്രേതാണോ? ആരെ നിക്കണേ? എവിടെ നിക്കണേ?
This one? Yeah. അവിടെ ഇരുന്ന് ലൈറ്റിന്റെ ഇതൊക്കെ നോക്കി. God's punishment for the immorality of the people. നമുക്ക് Lord ബൈബിളിൽ of his സോതോം Sodom. ഗൊമോറ. ബൈബിൾ അച്ഛനറിയാം. അപ്പോൾ എന്താണ് ആൾക്കാരുടെ കൊള്ളരുതായ്മയ്ക്ക് ദൈവം ഒരു പണിഷ്മെന്റ് കൊടുത്താണ്. ഓൺലി ലോട്ട് ആൻഡ് ഹിസ് ഡോട്ടേഴ്സ് സീൻ ഹറിങ് അവേ വർ സേവ്ഡ്. അവർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. Lot's wife ignored God's instruction not to look back and was turned into a pillar of salt. അതായത് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷനാണ് അവർ തിരിഞ്ഞു നോക്കരുതെന്ന് ദൈവം പറഞ്ഞായിരുന്നു. പക്ഷേ ലോട്ടിൻ്റെ വൈഫ് തിരിഞ്ഞു നോക്കിയതും അവൾ ഒരു പില്ലർ ഓഫ് സോൾട്ടായി മാറി, ഉപ്പുതൂണായി മാറി. ഇതാണിത്. ഇതെന്തോ അടിപൊളി. അങ്ങനെ ആർട്ട് ഗാലറിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇത് അടുത്ത ഒരു സ്ഥലത്തേട്ട് പോവാണ് കേട്ടോ. കുറെ ബ്രിഡ്ജസ് ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ വെറുതെ ജാടയ്ക്ക് വേണ്ടി വെച്ചേക്കണല്ല കേട്ടോ. ഈ തൊപ്പി വയ്ക്കാൻ ഒരു കാരണമുണ്ട്. മുഖത്തിനിട്ട് തന്നെ നല്ല കണ്ണിലോട്ടൊക്കെ തന്നെ നല്ല വെയിൽ അടിച്ചു കയറും. അപ്പൊ പിന്നെ നമ്മൾ ഈ തൊപ്പി വയ്ക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വെറുതെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ അല്ല. എന്നാലും അത് സൈഡിൽ കൂടെ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തപ്പോൾ മര്യാദയ്ക്ക് ഫോൺ എടുത്ത് വെച്ചില്ലെങ്കിൽ ആരെങ്കിലും ഫോൺ അടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാനത് എടുത്തു വെച്ചു. അപ്പോൾ ഒരു ഫസ്റ്റ് ബ്രിഡ്ജിലായിട്ട് ആങ്ങളെയും പെങ്ങളും ഓടിച്ചാടി നടക്കുകയാണ്. ഞാനിതിൻ്റെ പുറകിൽ കൂടെ ഒന്നാമത് അവരുടെ അടുത്തായിട്ട് എത്തിപ്പെടാൻ കുറച്ച് പാടാണ്. അവർ നല്ല സ്പീഡിൽ നടക്കുന്നവരും ഞാൻ വളരെ സ്ലോയിൽ നടക്കുന്നവരുമാണ്. എന്തായാലും ഞാൻ എങ്ങനെയൊക്കെയോ അവരുടെ കൂടെ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന ഒരു ബ്രിഡ്ജാണ്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ വായിക്കേണ്ട കാര്യമുണ്ടോ? സ്വിംഗ് ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്. കാണാൻ എന്തായാലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വിംഗ് ബ്രിഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ കാണുന്നത് വേറൊരു ബ്രിഡ്ജാണ്. അങ്ങനെ ഏഴ് ബ്രിഡ്ജാണെന്നാണ് എനിക്ക് ഉറപ്പില്ല. എന്തായാലും കുറേ ബ്രിഡ്ജസ് നമുക്ക് കാണാൻ പറ്റും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അതായത് നിരത്തി പിടിച്ച ബ്രിഡ്ജസ്, അതാണ് ഇതിൻ്റെ ഒരു വലിയ ഹിസ്റ്റോറിക്കൽ അട്രാക്ഷൻ. അങ്ങനെ ഞങ്ങൾ ആ ബ്രിഡ്ജ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയുണ്ട്. അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, കാരണം അവൾ ന്യൂകാസിലുകാരിയാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ എനിക്കും എൻ്റെ സ്ഥലത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊക്കെ പറയുന്നു, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഇവിടെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ സാധനം ഉണ്ടെന്നൊക്കെയാണെന്ന് തോന്നുന്നു അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് കണ്ടോ, അടിപൊളി ബ്രിഡ്ജ്. അതിൻ്റെ അപ്പുറം വേറെ ബ്രിഡ്ജ് കാണാം. പുറകിൽ കൂടെ കാണുമ്പോൾ വേറെ ബ്രിഡ്ജ്. ഞാൻ ഫോട്ടോയ്ക്ക് വെറുതെ പോസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ നല്ല ചരിത്രം ഉറങ്ങുന്ന ഒരു ന്യൂകാസിൽ നഗരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ് ഓഫ് മറൈൻ ഡ്രൈവ്. മറൈൻ ഡ്രൈവിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അല്ല, മറൈൻ ഡ്രൈവ് അല്ല, അതൊരു ബ്രിഡ്ജാണ്. നമ്മൾ മറൈൻ ഡ്രൈവിനെ കോപ്പടിച്ചാണോ, ഇവര് മറൈൻ ഡ്രൈവിനെ കോപ്പടിച്ചാണോ, അത് നമ്മൾ ഇവരെ കോപ്പടിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ മറൈൻ ഡ്രൈവായിട്ട് തോന്നി. ചിലപ്പോൾ അത് എൻ്റെ തെറ്റാകാം. നമ്മൾ നമ്മുടെ നാടിനോട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് എന്ത് കണ്ടാലും നമ്മുടെ കോപ്പടിച്ചായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. ഇതൊരു ഇരുമ്പ് ബ്രിഡ്ജ്, ഇതിനെ ഞാൻ വിളിക്കുന്നു ഇരുമ്പ് ബ്രിഡ്ജ്. അപ്പുറം കാണുന്ന ബ്രിഡ്ജ് മറൈൻ ഡ്രൈവ് ബ്രിഡ്ജ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് നമ്മൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊക്കെ അറിയണത്? നിങ്ങൾ അങ്ങനെ ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ട്രാവലറാണോ? ഞാൻ അങ്ങനെയല്ല. എനിക്ക് ജസ്റ്റ് കാണുമ്പോഴുള്ളൊരു ആ ഒരു സംഭവം മതി, ആ ഒരു സുഖം, കണ്ണിനുള്ളൊരു സുഖം, അതിന് വേണ്ടിയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നൊക്കെ പറയാം. പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി. അപ്പം ഞങ്ങൾ ഓടിച്ചാടി അടുത്ത ബ്രിഡ്ജിലോട്ട് പോവാണ് കേട്ടോ. ആങ്ങളെയും പെങ്ങളുടെയും ശുഷ്കാന്തി നിങ്ങൾ കാണാതെ പോരുത് ഗൈസ്. അവൾ ഇടയ്ക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ചീത്ത പറയുന്നുണ്ട്. ചേച്ചി ഒന്നിങ്ങ് വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം
ഒന്നാമത് കാര്യം ഞാൻ നടന്നെത്താൻ കുറച്ച് വൈകും. പിന്നെ ഞാൻ ഈ ഓരോ വീഡിയോസ് ഓരോ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പകർത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഒരു സ്നേഹം. അപ്പം നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ പറഞ്ഞോ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്യാൻ, നിന്നോട് വീഡിയോ എടുക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലോ, നിനക്ക് വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ എടുക്കുന്നത്. അതൊരു പരമാർത്ഥമാണ്. പക്ഷേ സ്റ്റിൽ ഞാൻ തളരില്ല, രാമൻകുട്ടി തളരില്ല. ഞാൻ അവളുടെ പുറകെ പോവുകയാണ്, വെച്ചടിച്ചു പോവുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോറടിച്ചോണ്ട് അവൾ പുറകെ നടക്കാന്ന് വിചാരിച്ചു വന്നു. ഇല്ല, ആങ്ങളെയും പെങ്ങളും തളരരുത്. ഞാൻ അവരെ വെട്ടിച്ചു ഗൈസ്. ഞാൻ ഫ്രണ്ടിൽ കയറി നടന്ന് ഞാൻ എവിടെയോ പോവുകയാണ്. അടുത്ത പാലത്തിലോട്ടാണ് എൻ്റെ യാത്ര. പാലത്തിന്റെ അടിയിലുള്ള വ്യൂസ് വരെ ഞാൻ എടുക്കുകയാണ്. എൻ്റെ പൊന്നോ, എൻ്റെ ഒരു വീഡിയോ, എൻ്റെ ഒരു ക്യാമറ ഒരു കഴിവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലത്തിന്റെ അടിയിലുള്ള വ്യൂ. എന്തായാലും ദൈവം സഹായിച്ച്, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ എവിടെ ഇറങ്ങിയാലും മഴയായിരിക്കും, സമ്മറിൽ പോലും മഴയായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. ആ കാണുന്നത് ഒരു സ്റ്റേഡിയം പോലത്തെ സാധനമാണ്. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവം തന്നെ വന്ന് തെറി പറയരുത്, എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ ന്യൂകാസിലിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ദയവേത് ഇവിടെ വന്ന് കമന്റ് ചെയ്യൂ. ന്യൂകാസിൽ ഉള്ളവരാരെങ്കിലും ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് വിചാരിക്കാണ് കാണുന്നുണ്ടെന്ന്. എന്താ വെറുതെ UK മൊത്തം എൻ്റെ വീഡിയോ വൈറലാവുന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ന്യൂകാസിലുള്ള ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ ദയവേത് ഞാൻ നടക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ, തൊപ്പിയൊക്കെ വെച്ചിട്ട് നടക്കണാണ്, കുണുങ്ങി. അത് ഞാനാണ് ഗൈസ്. എൻ്റെ മുടി പാറിപ്പറക്കുന്നു കാറ്റ്. തൊപ്പി പാറിപ്പറക്കുന്നില്ല. ഇച്ചനെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്ന പോരെ, കാരണം ഇച്ചനെ എടുത്തത് നല്ല രസമുണ്ടല്ലോ. ഇനി മുതൽ ഇച്ചൻ എൻ്റെ വീഡിയോ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് ഇച്ചനതൊന്നും വലിയ താല്പര്യമില്ല. എന്തായാലും ഞാൻ തന്നെ എടുക്കണത്. ഞങ്ങൾ ഓടിച്ചാടി പോകുന്നത് ആ സാധനത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതെന്ത് സാധനമാണെന്നറിയോ? അതൊരു ഐസ്ക്രീം കടയാണ്. അല്ല, ഐസ്ക്രീം കട എന്നല്ല, ഇവിടെ ഐസ്ക്രീം വിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു വണ്ടിയാണത്. അപ്പോൾ ഒരു വണ്ടി ഐസ്ക്രീം കടയാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലോർ കണ്ടോ, എൻ്റെ പൊന്നോ, പല പല കളേഴ്സ്. ഇച്ചൻ ചോദിച്ചിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ചേട്ടാ ഈ വീഡിയോ ഒന്ന് എടുത്തോട്ടെ, ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ സമ്മതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള ഐസ്ക്രീംസ് ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ്, ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ലാത്തതുകൊണ്ട് എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ ആകെ അറിയാവുന്ന വനില ആൻഡ് ചോക്ലേറ്റ്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു 1 സ്കൂപ്പ് ഓഫ് വനില. അന്നേരം ചേട്ടൻ ചോദിച്ചു ടോപ്പിംഗ് എന്ത് വേണം. ടോപ്പിങ്ങും പേരറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നോ ടോപ്പിംഗ്, നത്തിങ്, ജസ്റ്റ് 1 സ്കൂപ്പ്. പുള്ളിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇതൊന്നും വേണ്ടെന്നൊക്കെ ഞാൻ പറയുന്നത്. എന്തിനാണോ അങ്ങനെ പറഞ്ഞത്, എനിക്ക് ചാടയായിരുന്നു പ്ലീസ്. ഞാൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടത് 1 സ്കൂപ്പ് ഓഫ് ഐസ്ക്രീം മാത്രം വാങ്ങിച്ച്. അനിയത്തി അങ്ങനെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഒരു വനിലയുടെ ഒരു സ്കൂപ്പാണ് വാങ്ങിച്ചത്. എന്നിട്ട് അവൾക്ക് ടോപ്പിംഗ് എന്തോ കൊടുത്തു എന്ന് തോന്നുന്നു പുള്ളി. കണ്ടോ, അവൾക്കൊരു സ്റ്റിക്ക് പോലത്തെ സാധനം. അത് നല്ല ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ. എനിക്കന്നേരം ഭ്രാന്തായിരുന്നുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. അപ്പം ഇച്ച വാങ്ങിച്ചത് എന്തോ ഒരു ജ്യൂസാണ്. അത് ഗമണ്ട സാധനമാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല പുളിച്ചിട്ടും പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് കുടിച്ചില്ല. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞാനത് ഇച്ചിന് കൊടുക്കില്ലായിരുന്നു. കാരണം എനിക്കിഷ്ടപ്പെട്ടോ ഞാനത് കുടിക്കും. ഇച്ചന് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതാണല്ലോ പൊതുവിൽ നമ്മൾ ഭാര്യമാരുടെ ഒരു സ്വഭാവം അതാണല്ലോ. അപ്പോൾ അതേ നല്ലൊരു പ്ലേസ് കണ്ടു, ഞങ്ങൾ അവിടെ കുത്തിരിക്കുകയാണ്. ആങ്ങളെയും പെങ്ങളും ഒരു സ്ഥലത്തിരുന്നു, ഞാൻ കുറച്ച് മാറിയിരുന്നു. അവരോട് വഴക്കിട്ട് ഇരുന്നാന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് കുറച്ച് വിചർമ്മിച്ചിരിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മാറി ഇരുന്ന് വീഡിയോ എടുക്കുകയാണ്. ഇച്ചിരി ഞാൻ പല പോസസ് ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു, ആരും മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് തിന്നുന്നു, തന്നെ ഇരുന്ന് വീഡിയോ എടുക്കുന്നു, തന്നെ ഇരുന്ന് ആസ്വദിക്കുന്നു. ജീവിതം അങ്ങനെയാണ് ഗൈസ്, ചില സമയത്ത് അങ്ങനെയൊക്കെ ആസ്വദിക്കേണ്ടി വരും. അപ്പം ഞങ്ങളിത് മറൈൻ ഡ്രൈവിലോട്ട് നടക്കുകയാണ്. ഞങ്ങളിത് പാലത്തിലോട്ട് നടക്കുകയാണ്. ഈ പാലത്തിലേക്ക് നടന്ന് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് പോകുന്നത്. എന്തായാലും ഇച്ചൻ എൻ്റെ ബാഗായിരുന്നു കേട്ടോ അത്. എൻ്റെ ബാഗൊക്കെ തൂക്കി നടക്കുകയാണ് പാവം. ഇച്ചന് വീഡിയോ എടുത്താൽ പോരെ, എൻ്റെ വീഡിയോ എടുപ്പുണ്ടോ? ഈ വീഡിയോയ്ക്ക് ഇച്ചൻ എന്തായാലും പറയും. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഫോക്കസ് കിട്ടുന്നത്, ഫോക്കസ് ചുറ്റുമുള്ളതായിരിക്കും. അങ്ങനത്തെ ഒരു വീഡിയോ എടുപ്പൊക്കെയാണ് കേട്ടോ എൻ്റെ. എന്തായാലും കൊള്ളാം. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് 2nd ഡേ ഓഫ് ആ ട്രിപ്പ്.
ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളിതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണില്ല ഗൈസ്. എനിക്ക് വളരെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഒന്ന് പറ. കുറ്റം പറഞ്ഞാലും സി എനിക്കതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് കുറ്റം പറയാൻ ഇഷ്ടമാണെന്നല്ല കേട്ടോ, എനിക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ സാധനം. അതായത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ യൂസ് ചെയ്യണതാണ്, പക്ഷേ യൂട്യൂബിൽ ആദ്യമാണ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സൈറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ നാത്തൂനെ എന്നൊക്കെ ഉള്ള പാട്ടൊക്കെ പാടിയാണ് ഞാൻ നടക്കുന്നത്. എന്തായാലും അപ്പോൾ ഓക്കെ, ബായ്.